കേളകത്ത് കാട്ടാനയുടെ കുത്തേറ്റ് ജീവിതം ദുരിതത്തിലായ കർഷകന് ഇരുട്ടടിയായി വനം വകുപ്പിന്റെ നിലപാട്. കേളകം പൂക്കുണ്ട് കോയിക്കൽ ജോർജ് കുട്ടിയുടെ 1/2 ഏക്കറോളം കൃഷിഭൂമി പുറമ്പോക്കാണെന്നാണ് അധികൃതർ പറയുന്നത്. പട്ടയമുള്ള ഭൂമിയാണ് വനം വകുപ്പ് ഡിജിറ്റൽ സർവേയിൽ പുറമ്പോക്ക് ആക്കിയതെന്നാണ് ജോർജ് കുട്ടിയുടെ പരാതി. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ കേളകം പൂക്കുണ്ട് കോയിക്കൽ ജോർജ് കുട്ടിയുടെ കൈവശ ഭൂമിയാണ് വനംവകുപ്പിന്റെ ഡിജിറ്റൽ സർവേയിലൂടെ പുറമ്പോക്ക് ഭൂമിയായത്. ചീങ്കണി പുഴയുടെ അതിർത്തിയിലുള്ള 1/2 ഏക്കറോളമാണ് പുഴയുടെ പുറമ്പോക്കാക്കിയത്. 2014 ജനുവരി 1 വീടിനു സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. വാരിയലും നട്ടലും തോളലും ഉൾപ്പെടെ ഒടിഞ്ഞ് 56 ദിവസം ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. വനംവകുപ്പ് നൽകിയത് 75,000 രൂപ മാത്രമാണ്. ആദ്യം 25,000 രൂപ ആശുപത്രിയിലെത്തി നൽകി. ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയുടെ ബില്ലും വാങ്ങിപ്പോയിട്ട് തന്നത് 50,000 രൂപ മാത്രമാണ്. നിലവിൽ വലിയ ദുരിതത്തിലാണ് ഈ 56-കാരനായ ജോർജ് കുട്ടി. വിധിയെ പഴിച്ച് ജീവിതം തള്ളി നീക്കുമ്പോഴാണ് പട്ടയമുള്ള കൃഷിയിടം പുറമ്പോക്കാക്കി മാറ്റിയ വിവരം ജോർജ് കുട്ടി അറിയുന്നത്. ഇവിടെ സ്ഥലം 5 ഏക്കർ 65 സെന്റ് ഉണ്ടായിരുന്നേ. 1 ഏക്കർ ഞാൻ ഇളയനാനിക്ക് ജോണി എന്ന് പറഞ്ഞാൽ കൊടുത്തു. അയാളുടെ സ്ഥലം ഉള്ളപ്പോൾ 15 സെന്റ് കുറവാണെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ സ്ഥലം വളർന്നു. എൻ്റെ സ്ഥലം വളർന്നപ്പോൾ 32 സെന്റ് കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകൻ്റെ സ്ഥലം 2 ഏക്കർ വളർന്നു. അതിനകത്ത് 18 സെന്റ് കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ 50 സെന്റും അതൊക്കെ 15 സെന്റ് 65 സ്ഥലം ഇപ്പോൾ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത ആളുടെ സ്ഥലം എന്ന് പറയുന്നത് പാലത്തിന് മേഴ്സി എന്ന് പറഞ്ഞ ആളുടെയാണ്. അവർക്ക് 75 സെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അളന്നപ്പോൾ 52 സെന്റ് 23 സെന്റ് സ്ഥലം അവർക്ക്. ഇവർ പറയുന്നത് ആറളം പിന്നെ അളന്നു പോയതാണ്. ഇതിൻ്റെ ബാക്കി സ്ഥലം പുറമ്പോക്കായിട്ട് ആറളംകാർ അളന്ന് മാർക്ക് ചെയ്ത് പോയതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അധികൃതർ മുൻകൈയെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.